ഇനി നിങ്ങൾ നോക്കും മദ്ഹബിന്റെ ഇമാമുമാർ മദീനത്തെ അല്ലേ, മദീനത്തെ ഇമാമാണ് മഹാനായ സയ്യിദുനാ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദാണ്. ആ ഷാഫിഈ ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രം നമുക്കറിയാം. മദീനത്തെ പള്ളിയിലെ ഇമാമാണ്, ഖാളിയാണ്, മദീനക്കാരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭയ കേന്ദ്രമാണ്. അന്നത്തെ അവിടുത്തെ ഗവർണർ ആരാ? അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തി. അദ്ദേഹം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നത് എന്താ? അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സമയം അവർ സംസാരിച്ചു. ദീർഘമായ സംസാരമാണ്. ഗവർണറാണെന്ന ആ ഹുങ്കോടെ അബൂ ജഅഫർ എന്ന ഭരണാധികാരി കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, രാജാവേ, ഇവിടെ ശബ്ദം ഉയർത്താൻ പാടില്ല. തർഫഉ അസ്വാതക്കും. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ശബ്ദം ഉയർത്താൻ പാടില്ല. വളരെ ഭവ്യതയോടെ വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ശരി. അപ്പോൾ ഈ ഗവർണറാകുന്ന അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തി ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്, അതല്ല ഇമാം അവർകളെ, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ യാ അബാ അബ്ദില്ലാ അസ്തഖ്ബിലുൽ ഖിബലത വഅദഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ ഞാൻ ഇവിടെ വെച്ച് റസൂലുള്ളാഹിലേക്ക് തിരിയണോ അതല്ല ഖിബലയിലേക്ക് തിരിയണോ? ഉംറക്കൊക്കെ പോയി സിയാറത്തിനെത്തിയ ആളുകൾക്ക് അറിയാലോ, റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കായിരിക്കും, ഖിബലയിലേക്കായിരിക്കും. അല്ല, നമ്മൾ ഖിബലയിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം ആരംഭ റസൂലുള്ളാഹിലേക്കുമായിരിക്കും. അപ്പോ ആശയക്കുഴപ്പത്തിലായ ഗവർണർ ചോദിച്ചു, ഞാൻ ഇവിടെ എങ്ങോട്ടാണ് തിരിയേണ്ടത്? അപ്പോ ഇമാം മാലിക് തങ്ങൾ നൽകുന്ന ഫത്വ എന്താണെന്ന് അറിയാമോ? ആ ഇമാം മാലിക് ഭരണാധികാരിയായ രാജാവിനോട് പറയുന്നു, ഗവർണറോട് പറയുന്നു, വലിമ തസ്രിഫു വജ്ഹക അൻഹു. അല്ല രാജാവേ, അല്ല ഗവർണറെ, എന്തിനാണ് നിങ്ങൾ ആരംഭ റസൂലുള്ളാഹിയിൽ നിന്ന് മുഖം തിരിക്കുന്നത്? ഫഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. ആ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം ഇടയാളനല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇടയാളനാണ്, വസീലയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലിലേക്ക് തിരിയണം. വസ്തശ്ഫിഉ ബിഹി, ആ റസൂലിനോട് നിങ്ങൾ ശഫാഅത്ത് തേടുകയും വേണം. ഇത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണ്. നമ്മുടെ കേരളത്തിൽ മുജാഹിദുകളുടെ പുസ്തകമുണ്ട്, വിശ്വാസം എന്ന് പറഞ്ഞ് മുജാഹിദുകൾക്ക് വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു എന്ന പേരിൽ അവർ പുറത്തിറക്കിയ പുസ്തകം. ആ പുസ്തകത്തിൽ മുജാഹിദുകൾ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഇങ്ങനെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ, ശഫാഅത്ത് തേടിയാൽ അവൻ മുശ്രിക്കാകുന്നു, അവൻ കാഫിറാകുന്നു. മഅദല്ലാഹ്. നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാ ഇവരുടെ ഭാഷയിൽ ആരായി? റസൂലുള്ളാഹിയോട് ശഫാഅത്ത് തേടാൻ ആവശ്യപ്പെടുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇവരുടെ ഭാഷയിൽ മുശ്രിക്ക്, കാഫിർ എന്ന് പറയേണ്ടി വരില്ലേ? മഅദല്ലാഹ്. മുജാഹിദുകളുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവർക്ക് വിശ്വാസം പഠിക്കാൻ വേണ്ടി പുറത്തിറക്കിയ പുസ്തകമാണിത്. വിശ്വാസ കാര്യങ്ങൾ അല്ലാഹു. സഹോദരങ്ങളെ, ഇനി നോക്കൂ നിങ്ങൾ, മഹാൻ